ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ സർവീസിൽ നിന്നും നീക്കി. കൈക്കൂലി അടക്കം നിരവധി ആക്ഷേപങ്ങളിൽ രാധാകൃഷ്ണനെതിരെ അന്വേഷണം നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് നിർബന്ധിത വിരമിക്കലിന് നിർദ്ദേശം. ധനകാര്യ മന്ത്രാലയം 3 ദിവസം മുൻപാണ് ഉത്തരവിറക്കിയത്. നിലവിൽ ജമ്മു കശ്മീരിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി ജോലി ചെയ്യുകയായിരുന്നു രാധാകൃഷ്ണൻ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, നയതന്ത്ര നമുക്കറിയാം, ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു രാധാകൃഷ്ണൻ. അതിനുശേഷം നമുക്കറിയാം, ഈ കൊച്ചിയിലെ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ, നിരവധി ഉദ്യോഗസ്ഥർക്കെതിരെ കൈക്കൂലി ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. അതൊരു കശുവണ്ടി വ്യവസായി അടക്കം ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുകയും ഒരു ഉദ്യോഗസ്ഥരോട് നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പി രാധാകൃഷ്ണനെ സർവീസിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. കൈക്കൂലി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണുള്ളത്. മറ്റെന്തൊക്കെയാണ് കണ്ടെത്തലുകൾ? ടോം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലയ്ക്കുന്ന ഒരു പ്രധാനമായ പ്രശ്നം ഉയർന്നു വരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ തന്നെയായിരുന്നു. അത് ചെറിയ കാര്യങ്ങളല്ല, വലിയ രീതിയിലുള്ള ഈ കൈക്കൂലി ആരോപണങ്ങൾ തന്നെയായിരുന്നു വന്നത്. നമുക്കറിയാം, വിജിലൻസ് തന്നെ അവിടെ കയറി രേഖകൾ പരിശോധിക്കുന്ന രീതിയിലേക്ക് അത്ര വരെ കാര്യങ്ങളെത്തി. വിജിലൻസ് ഉദ്യോഗസ്ഥർ ഈ ഇടപാടുകാരെ, ഇവർക്കിടയിൽ പ്രവർത്തിക്കുന്ന മധ്യവർത്തികളെ, അതോടൊപ്പം തന്നെ ഇ ഡി ഉദ്യോഗസ്ഥരെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വന്നിരുന്നു. ഇതിനിടയിലാണ് എവരെയും ഞെട്ടിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിലെ ഡെപ്യൂട്ടി ഡയറക്ടറെ തന്നെ ഇപ്പോൾ സർവീസിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. സാഹചര്യങ്ങൾ അത്രത്തോളം കടുപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. പി രാധാകൃഷ്ണൻ നേരത്തെയും തന്നെ ഇവരുടെ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഏറ്റവും പ്രമാദമായ ഒരു കേസ് നയതന്ത്ര ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആരോപണങ്ങൾ വന്നിരുന്നു. അന്ന് ചില BJP നേതാക്കളടക്കം ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് ഈ അന്വേഷണം ചില കോണുകളിലെങ്കിലും വഴിതെറ്റിക്കാനായിട്ട് ചില ചർച്ചകൾ നടക്കുന്നു. അതായത് ഈ രാധാകൃഷ്ണനുമായിട്ട് തന്നെ നേരിട്ട് ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ചിലരെങ്കിലും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അതിൻ്റെ തുടർച്ചയെന്നോണം അദ്ദേഹത്തെ ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റുകയുണ്ടായിരുന്നു. ചെന്നൈയിലേക്ക് പോകുമ്പോൾ ആ സ്ഥലമാറ്റം തന്നെയും വിവാദത്തിലേക്ക് വരികയും ചെയ്തു. അപ്പോഴെല്ലാം തന്നെയും ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണം ഇതുപോലുള്ള ഈ കൈക്കൂലി അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യങ്ങൾ തന്നെയായിരുന്നു. പിന്നീട് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയും കൊച്ചിയിൽ നിന്ന് ഇവിടെ നിന്ന് ശ്രീനഗറിലേക്ക് സ്ഥലം മാറ്റം നടത്തുകയും ചെയ്തു. അന്ന് ഈ ശ്രീനഗറിലേക്ക് സ്ഥലം മാറ്റം ഉത്തരവ് വന്ന് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലടക്കം ഹർജി ഫയൽ ചെയ്തു. കാരണം ഇത്തരം ഒരു സ്ഥലം മാറ്റം അത് ഒരു ന്യായമായ രീതിയിലുള്ളതല്ല, ഒരു കീഴ്വഴക്കങ്ങളുടെ ലംഘനം അതിനുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ഇ ഡി മറുപടി നൽകുന്നു. ഇങ്ങനെ ഈ ഒരു സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഇദ്ദേഹത്തിന് മേലിലുണ്ട്, ചില ഈ അന്വേഷണത്തിൻ്റെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെ സ്ഥലം മാറ്റുകയാണെന്നെല്ലാം പറയുമ്പോൾ അദ്ദേഹം നൽകിയ മറുപടിയിലും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. തനിക്കെതിരെയല്ല ഈ രീതിയിലുള്ള നടപടികൾ വേണ്ടത്, മറ്റു പലർക്കെതിരെയും ഇത്തരം ഈ ആരോപണങ്ങൾ വരുന്നുണ്ട്, പക്ഷേ താൻ ഇതിൽ ഇരയാക്കപ്പെടുന്നു എന്നതടക്കമുള്ളൊരു മറുപടിയും അദ്ദേഹം ഈ ട്രിബ്യൂണലടക്കം നൽകിയെന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. 5 വർഷത്തോളം അദ്ദേഹത്തിന് സർവീസിൻ്റെ കാലാവധിയുണ്ട് ഇനിയും. പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് ചെല്ലാനായിട്ട് നിർബന്ധിതമാക്കപ്പെടുകയായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഒരു നടപടിയെടുക്കുന്ന രീതിയിലേക്കടക്കം മാറുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 3 ദിവസം മുൻപാണ് ഈ ഒരു ഉത്തരവ് വരികയും ചെയ്തിരിക്കുന്നത്. ആ ഒരു ഉത്തരവിൽ വ്യക്തമായും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ ഒരു ആക്ഷേപങ്ങൾ കാരണം നമ്മുടെ കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നേരത്തെ തന്നെ പുറത്തു വന്നത്. അത്തരം ആരോപണങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പല കേസുകളും അട്ടിമറിക്കാൻ അല്ലെങ്കിൽ പല പ്രതികളെയും രക്ഷപ്പെടുത്താൻ ഇ ഡി ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയർന്നു വന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും സസ്പെൻഡ് ചെയ്തത്. നേരത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ അതും ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും അത് ഈ കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്നതല്ലേ, സംശയനിഴലിൽ നിർത്തുന്നതല്ലേ? ഉറപ്പായും ടോം അത് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു
ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നു എന്നെല്ലാം തന്നെ പറയുമ്പോൾ തന്നെ ED വരുന്നു എന്നതെല്ലാം തന്നെ പറയുമ്പോൾ വല്ലാത്തൊരു പുകിലാണ്. കാരണം ഒരു വലിയ രീതിയിലുള്ളൊരു സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്നവരെ പോലെ തന്നെയാണ് ഈ കേന്ദ്ര ഏജൻസികളെ പലപ്പോഴും തന്നെ എല്ലാവരും കാണുന്നത്. പക്ഷേ കൂടുതലായും ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ ഇവർക്കെതിരെയും തന്നെ ഉണ്ട് എന്നത് തന്നെയാണ് ഒരു സത്യം. ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെ തീരുന്നു, ആർക്കൊക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നു എന്നത് ഒരുപക്ഷെ അത്ര സസൂക്ഷ്മം ആരും ശ്രദ്ധിച്ചു വരില്ല. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥനും ഈ അന്വേഷിച്ച സാഹചര്യങ്ങളും എല്ലാം തന്നെ പരിചിതമായതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അത് നമുക്ക് അടുത്തറിയാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം അന്വേഷിച്ച കേസുകളുടെ സ്വഭാവം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥനെല്ലാം തന്നെ കൂടുതൽ പരിചിതമാകുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെയും ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നത് ED തന്നെ സമ്മതിക്കുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ഇവർ അന്വേഷിച്ച കേസുകൾ, ട്രാക്കുകൾ ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. വല്ലാതെ വിവാദങ്ങളിലേക്കെല്ലാം വന്ന കേസുകളിലെല്ലാം ഇവരുടെ ഇടപെടലുകൾ എന്തായിരുന്നു, ആരാണ് ഇവർക്കിടയിൽ പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വേണം. കാരണം ആരാലും സ്വാധീനിക്കപ്പെടാൻ കഴിയാത്തവരുടെ ഒരു കൂട്ടമെന്നെല്ലാം തന്നെ വിശ്വസിക്കുന്ന ഒരിടമാണ് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. പലപ്പോഴും അവർ തന്നെ പറയുന്നത്. പക്ഷേ ഇതിലെല്ലാം തന്നെ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് EDക്ക് നടപടിയെടുക്കേണ്ടത്, സ്വമേധയാ നടപടിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നത്. അതും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെതിരെ 5 വർഷത്തോളം സർവീസ് ബാക്കിയുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ തന്നെ ഈ രീതിയിലേക്ക് നടപടിയെടുക്കാൻ നിർബന്ധിതരാകുന്നത്. അടുത്തിടെ ഉയർന്ന ഈ ആക്ഷേപങ്ങൾ അതൊന്നും വെറുതെ ആരെങ്കിലും ഉയർത്തിയ ആക്ഷേപങ്ങളല്ല. അതിൽ സ്വാഭാവികമായും അതിൽ ചില കാര്യങ്ങളും കണ്ടെത്തലുകളും ഉണ്ട് എന്ന് EDക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്നു, സമർത്ഥിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്കൊരു നടപടികളിലേക്ക് അടക്കം പോകാൻ EDയും നിർബന്ധിതരാകുന്നത്. സൂചിപ്പിച്ചതുപോലെ നിശ്ചയമായും ഇത്തരം കാര്യങ്ങൾ ED നടപടിയെടുത്തു അവരുടെ വിശ്വാസം. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൈക്കൂലി ആരോപണം നിഴലിൽ നിന്ന ED ഉദ്യോഗസ്ഥനെയാണ് സർവീസിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. ഇപ്പോൾ വന്നൊരു കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.